കോതമംഗലം സ്വദേശിയായ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് സംശയം. പെൺസുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ. മാതിരപ്പള്ളി നെടുങ്ങാട്ട് മേലോത്ത് മാരിയിൽ വീട്ടിൽ അൻസിലാണ് മരിച്ചത്. അൻസിലിന്റെ ബന്ധുവിന്റെ പരാതിയിൽ പെൺകുട്ടിക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസ് എടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഇതെങ്ങനെയാണ് കൊലപാതകമെന്ന് സംശയം ബലപ്പെട്ടത്? ഈ ബന്ധു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ഈ കോതമംഗലത്ത് നടന്നത്? ആരായിരുന്നു ഈ പെൺസുഹൃത്തുമായി അൻസിൽ എത്ര നാൾ ബന്ധമുണ്ടായിരുന്നു? എന്നാണ് വിവരങ്ങൾ. പോലീസ് എന്താണ് പറയുന്നത്? സിജു, അൻസിൽ കഴിഞ്ഞ ദിവസമാണ് മരണമടഞ്ഞത്. അങ്കമാലിക്കടുത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് മരിക്കുകയായിരുന്നു. ഇയാളെ വീട്ടിൽ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ബന്ധുക്കളാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആശുപത്രിയിലേക്ക് കൊണ്ടുവരും വഴി ഇയാൾ ബന്ധുവിനോട് പറഞ്ഞത് പെൺകുട്ടി തനിക്ക് എന്തോ കലക്കി തന്നു എന്ന് പറഞ്ഞു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ധു പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തു. ഈ പെൺകുട്ടിയുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം ഇവർ നേരത്തെ ഒരു പീഡന കേസ് പരാതി നൽകിയിട്ടുള്ളത് അതിജീവിതയാണ്. അതുകൊണ്ട് തന്നെ ഈ പേര് ഇവരുടെ നൽകിയിട്ടില്ല. FIRലും ഇവരുടെ പേരൊന്നും പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. ഇവരെ ഇപ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. സുരക്ഷിതമായി തന്നെ മറ്റൊരു സ്ഥലത്ത് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യും. ഈ അൻസിൽ മരിക്കുന്നതിന് മുൻപാണ് വധശ്രമത്തിന് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തത്. ഇനിയിപ്പോൾ അൻസിൽ മരിച്ച സാഹചര്യത്തിൽ ഇനി ഒരുപക്ഷെ അത് കൊലപാതകം ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയെ വീണ്ടും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നുകൂടി വിശദമായി ചോദ്യം ചെയ്യും. അൻസിലിൻ്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ ശരീരത്തിനുള്ളിൽ എന്തെങ്കിലും വിഷാംശമുള്ളതായി കണ്ടെത്തിയാൽ കൊലപാതക കുറ്റം ചുമത്തി കേസെടുക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കോതമംഗലം സ്വദേശിയായ യുവാവിന്റെ മരണം കൊലപാതകമെന്ന സംശയം ഉയരുന്നു. ഒരുപക്ഷെ നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.